ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു Q&A ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കുറേ ആയി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരുന്നതിന് കാരണം എനിക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ചെറിയ വീഡിയോ ആയി പോവില്ല. അപ്പോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോഴും ഞാൻ തിരഞ്ഞെടുത്തത് ഒരു 10-11 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിച്ചില്ല. പിന്നെ കുറേയൊക്കെ വന്നിട്ടുള്ള കുറച്ച് പേഴ്സണലായിട്ടും പിന്നെ കുത്തി ചോദിക്കുന്ന പോലത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ ചാനലിൽ മേക്കിംഗ് വീഡിയോസിൻ്റെ ആണ്. എന്നാലും ഞാൻ ഇടയിൽ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചതിൽ 1-2 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പേർക്ക് ആകാംക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇത് ഹറാസ്മെൻറ്റ് എന്തായെന്നുള്ളത്. ആക്ച്വലി വേറെ ആർക്കും ഇതുവരെ അവർ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിലവിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു 2 ദിവസം മുമ്പ് എനിക്ക് വാട്സപ്പിൽ സിം ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് വാട്സപ്പിൽ കോൾ വന്നു. ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കെട്ടാൻ പറ്റില്ല, ഞാൻ പൈസ അടയ്ക്കില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പറഞ്ഞു എനിക്ക് പൈസ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എല്ലാവരെയും വിളിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ വൃത്തിയായിട്ട രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ അയക്കും പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ ഫോണിലേക്ക് അവർ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് സെയിം കാര്യം തന്നെയാണ്. ഞങ്ങൾ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ളവരൊക്കെ വിളിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ രീതിയിലുള്ള വൃത്തിയായിട്ട രീതിയിലുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ അയക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് താഴെ എന്തോ 2 വീഡിയോ അയച്ചു. പക്ഷെ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരെനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത് എന്താണ് ഞാൻ ഞങ്ങളുടെ കോൺടാക്റ്റിലുള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ യു ക്യാരി ഓൺ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ അയക്കും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാവ് സൂപ്പർ, നിങ്ങൾക്ക് ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ ഇംഗ്ലീഷിൽ മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് എൻ്റെ ഫോണിൽ നിന്ന് പോകുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ബ്ലോക്ക് മാത്രമേ ആവുള്ളൂ. നമുക്ക് മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിപ്പോർട്ട് അടിച്ച സ്ഥിതിക്ക് ആ നമ്പർ എൻ്റെ ആ വാട്സപ്പിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതായത് അവർ കോൾ വിളിച്ചതിൽ കോൾ ഹിസ്റ്ററിയിൽ ആ നമ്പർ കിടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൽ പോയിട്ട് ഞാൻ അൺബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. അതായത് എനിക്ക് തെളിവ് വേണം, അവർ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളതിന് എനിക്കൊരു തെളിവ് വേണം. പക്ഷേ ആദ്യം അവർ എൻ്റെ കോൺടാക്റ്റിലേക്ക് വിളിക്കുന്നു അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു ഒന്നും പറഞ്ഞാൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഞാൻ റിപ്പോർട്ട് അടിച്ചത് തരാം. അപ്പോൾ അതിന് ശേഷം പിന്നെ സംസാരിച്ചൊക്കെ ഞാൻ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. വളരെ മോശമായ രീതിയിൽ എൻ്റെ ശരീരഭാഗങ്ങളെ പറ്റിയാണ് അവർ സംസാരിച്ചത്. ഞാൻ എല്ലാത്തിനും കറക്റ്റായിട്ട് നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പറഞ്ഞതിനൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ സമാധാനപരമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയുടെ അടുത്തോ പെങ്ങളുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ മകളുടെ അടുത്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി സംസാരിക്കുക പറഞ്ഞു. പിന്നെ ചിലപ്പോൾ കല്യാണം കഴിയാത്ത ഏതെങ്കിലും ഭ്രാന്തന്മാരായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ എന്നെ പറഞ്ഞതിനൊക്കെ ഞാൻ ഒരേ ഒരു രീതിയിലെ മറുപടി ഞാൻ കൊടുത്തിട്ടുള്ളൂ, വീട്ടിൽ നിങ്ങളുടെ അമ്മ അടുത്ത് സംസാരിക്കുക. ആക്ച്വലി എനിക്ക് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യണമെന്നുണ്ട്, ഞാൻ ആഡ് ചെയ്യുക. കാരണം അവർ അത്രയും വൃത്തികെട്ട രീതിയിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു മെസ്സേജ് പോലും നമുക്കത് ഹൈഡ് ചെയ്യാതെ എനിക്കിതിൽ സ്ക്രീൻഷോട്ടായിട്ട് ഇടാൻ പറ്റില്ല. പിന്നെ അത്രയും മോശമായിട്ടുള്ളൊരു മെസ്സേജ് ഞാൻ ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇതിലെന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് കാരണം ഞാൻ ഇടുന്നില്ല. ചിലപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഞാൻ കുറേ എടുത്ത് വെച്ചു. കുറച്ച് നേരം എനിക്ക് ഒരു 5-10 മിനിറ്റ് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തിരുന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മെസ്സേജ് അയക്കണം, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കണം. കാരണം അവർ അത്രയും മോശമായിട്ട് എന്നെ പറയുമ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബ്ലോക്ക് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ അവർ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ശരീരത്തെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ തെറ്റുകാരി അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യണ്ടേ. അതുകൊണ്ട് എന്നെ പറഞ്ഞതിനൊക്കെ ഞാൻ തിരിച്ച് മറുപടി കൊടുത്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്കൊരു ഇതൊന്നും ഇല്ലാതുണ്ട്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു. ആൾക്ക് അയച്ചു കൊടുത്ത സമയത്ത് ആൾക്ക് ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൾ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. അതായത് അവർ ഹിന്ദിയിലാണ് ആ വൃത്തിയായിട്ട വേർഡുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഹിന്ദി അറിയില്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആളൊന്നും പറഞ്ഞില്ല കേട്ടോ. അതിൻ്റെ മീനിങ് കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ ആളുടെ വാട്സപ്പിൽ നിന്ന് കോൾ ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചീത്ത പറയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലുള്ള കോൺടാക്ട്സ് കൊടുക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയും മോർഫ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും
മോർഫ് ചെയ്തിട്ട് അവരുടെ ഏട്ടൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനും പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടനും ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്ത്. അതിനുശേഷം ഇതുവരെ എനിക്ക് റിപ്ലൈയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അതായത് എനിക്ക് മെസ്സേജും വന്നിട്ടില്ല, കോളൊന്നും വന്നിട്ടില്ല. ഇപ്പം എൻ്റെ സിമ്മും എല്ലാം ഓണിലാണ് ഇരിക്കുന്നത്. ഇതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കാനുള്ളത് കുറേ പേര് ഇതിൽ പെട്ടിട്ട് എങ്ങനെ രക്ഷപ്പെടണം എന്ന് അറിയാതിരിക്കുന്നവരുണ്ട്. എൻ്റെ 2 വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച ഞാൻ എങ്ങനെ ഇത് സർവൈവ് ചെയ്തു എന്നുള്ളത്. എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഇത് നമുക്കൊരു വ്യൂസിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. നിങ്ങൾക്ക് ന്യൂസ് വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്ര പേര് ഇങ്ങനെയുള്ള ഹറാസ്മെൻറ്റിൽ പെട്ടിട്ട് സൂസൈഡ് ചെയ്യുന്നുണ്ട്. പിഞ്ച് കുട്ടികളെ കൊണ്ടുവരെ സൂസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ വന്നോന്ന് എന്ത് പറഞ്ഞിട്ട്. പക്ഷെ എത്ര വിവരമില്ലാത്ത ഒരാളാണെങ്കിലും ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തല വെട്ടി ഒട്ടിച്ചാന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്നാൽ പോലും കുറച്ചെങ്കിലും ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കൂടെ സൂസൈഡ് ചെയ്ത ഒരു എന്താ പറയുക ഒരു പ്രശ്നമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി നമ്മളെങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിച്ചെന്ന്. ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് 2 പേര് ആ ഒരു കുരുക്കിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു ധൈര്യം, രക്ഷപ്പെട്ടില്ലെങ്കിൽ കൂടെ അവരുടെ രക്ഷപ്പെടുക പറഞ്ഞാൽ ആ ഒരു ഇതിൽ ആ ഒരു തട്ടിപ്പിനെ ഇരയാവാതെ ഒന്ന് രക്ഷപ്പെടാൻ 2 പേർക്കെങ്കിലും പറ്റിയാൽ അതെനിക്ക് വലിയൊരു സമാധാനം തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്കായത് ഇങ്ങനെയുള്ള ഫോട്ടോസും മോർഫ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വയം പോയി ചാവണതല്ലാതെ സ്വയം മരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. സ്വയം മരിക്കണതല്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് മരിക്കണം, അതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ധൈര്യമായിട്ട് നേരിട തന്നെ വേണം. എനിക്കും 2 പെൺകുട്ടികളാണ്. നാളെ മേലാൽ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു പ്രശ്നം വന്നത് തന്നെ എൻ്റെ അമ്മ സൂസൈഡ് ചെയ്തത് ഇല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു പോയത്, അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ, അതുകൊണ്ട് ഞാനും മരിക്കുക എന്നുള്ളൊരു തിങ്കിങ് വലുതാകുന്ന സമയത്ത് എൻ്റെ മക്കളുടെ മൈൻഡിൽ വന്നുകൂടാന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നന്നായി ഫേസ് ചെയ്യുക. എല്ലാം നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് അത്രയും പ്രശ്നം നടക്കുമ്പോൾ ആ ഒരു ഫോട്ടോ കൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ 2 പേരും എൻ്റെ അടുത്ത് അമ്മ എന്താ ഫോട്ടോ കൊണ്ട് അമ്മ എന്താ കരയണം വെച്ചാൽ 2 പേര്. എൻ്റെ ചെറിയ കുട്ടിക്ക് 2.5 വയസ്സാണ്. ഈ മോർഫ് ചെയ്ത ഫോട്ടോ എന്ന് അങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവുന്ന പ്രായമായിട്ടില്ല. പക്ഷെ വലിയ ആൾക്ക് കുറച്ചൊന്ന് പറഞ്ഞാൽ മനസ്സിലാവാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, കുറേ ദുഷ്ടന്മാർ ഇങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള ഫോട്ടോസ് മെസ്സേജൊക്കെ അയച്ചു, അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ നമ്മളിതിന് നേരിടണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നാട്ടിൽ നടക്കാൻ നമ്മളിങ്ങനെ ന്യൂസിലാണെങ്കിൽ അവളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇപ്പോഴേ ഒരു അവയർനെസ് കൊടുക്കണം നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമുക്ക് മെസ്സേജും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. നമ്മുടെ കേസിനെ പറ്റി അത്രയും ഡീറ്റെയിൽസ് ഉള്ളൂ. ഇനിയിപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. വന്നാലും നമ്മൾ ഫേസ് ചെയ്യാനും ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. കണ്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടാൻ തുടങ്ങിയോ? ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ വാച്ച് അവേഴ്സും ആണ് വേണ്ടത്. 3 മില്യൺ ഷോർട്സ് ഫീഡും വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ 3000 വാച്ച് അവേഴ്സ് വേണം. ഇല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സാണ് വേണ്ടത്. എനിക്കത് കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്കിപ്പോൾ തോന്നുന്നു ഒരു 1800 സംതിങ് എന്തോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വാച്ച് അവേഴ്സ് ഞാൻ അടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തിനുള്ള മേ ബി മോണിറ്റൈസേഷൻ ആയിരിക്കാം. കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അടുത്തതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ലവ് മാരേജ് ആണോ? ഞങ്ങൾ തമ്മിൽ അടികൂടാറുണ്ടോയെന്ന്. നല്ല ചോദ്യം. ഞങ്ങൾ ലവ് മാരേജ് ആണ്. ഞങ്ങൾ തമ്മിൽ അടികൂടാറുണ്ട്. ഞങ്ങൾ തമ്മിൽ അടികൂടുന്നത് 3ാമതൊരാൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം തല്ലി പിരിഞ്ഞ് ആരെങ്കിലും ഒരാൾ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങിപ്പോകുന്നൊക്കെ വിചാരിക്കും. അമ്മതിരി രീതിയിൽ ഞങ്ങൾ 2 പേരും വഴക്കൂടാറുണ്ട്. പക്ഷേ ഞങ്ങൾ എത്ര വഴക്ക് കൂടിയാലും ഏറിപ്പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൂടുതൽ ഞങ്ങൾ 2 പേരും മിണ്ടാതിരിക്കില്ല. ആരെങ്കിലും ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി മിണ്ടും. അഥവാ ഇനിയിപ്പോൾ അത്രയ്ക്ക് ദേഷ്യമാണെങ്കിൽ കൂടി ഈ ഒരു ഞങ്ങളുടെ കല്യാണം കണ്ട 6 വർഷമായി. ഈ 6 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ 2 പ്രാവശ്യം മാത്രമാണ് ഒരു ദിവസം ഫുള്ളും പറഞ്ഞാൽ രാവിലെ വഴക്കൂടി രാത്രി വരെ ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടുള്ളത് 2 പ്രാവശ്യം മാത്രമാണ്. രാത്രി കിടക്കുന്നതിനുള്ളിൽ ഞങ്ങൾ എങ്ങനെ പോയാലും ആ പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്യും. രാത്രി രാത്രി നമ്മൾ ഹാപ്പി ആയിട്ടായിരിക്കും കിടക്കുക. പിന്നെ രാവിലെ നമ്മൾ ആ പ്രോബ്ലം വലിച്ചിടില്ല. പക്ഷെ ദേഷ്യം വന്നാൽ 2 പേർക്കും ഭയങ്കര ദേഷ്യം. 2 പേർക്കും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പേർക്കും മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം. അതുകൊണ്ട് നല്ല രീതിയിൽ അടികൂടാറുണ്ട്. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങളെല്ലാം സോൾവ് ചെയ്ത് 2 പേരും ഒന്നില്ലെങ്കിൽ ആളെൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ആളുടെ അടുത്ത് പോയി സംസാരിക്കും. നമ്മളങ്ങനെ സംസാരിച്ച് അങ്ങനെ എപ്പോഴും സോൾവ് ചെയ്യാറാണ് പതിവ് കേട്ടോ. പിന്നെ പഴയ ബിസിനസ് പൊട്ടിയതിൻ്റെ കാരണം ഇപ്പോഴുള്ള ബിസിനസ്സിൻ്റെ അവസ്ഥ.
പഴയ ബിസിനസ്സിന് പൊട്ടിപ്പോകാനുള്ള കാര്യം പറഞ്ഞാൽ മെറ്റീരിയൽ ക്വാളിറ്റി ഭയങ്കര കുറവായിട്ടുള്ളൊരു ക്വാളിറ്റി ആയിരുന്നു. അത് നമുക്ക് ആക്ച്വലി നമ്മളെ പറ്റിച്ചതാണ്. നമ്മൾ വാങ്ങിച്ച കടയിൽ നല്ല ക്വാളിറ്റിയാണ് പറഞ്ഞ് തന്നു. പക്ഷെ ഞാനത് ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്തു കുറച്ച് ഇപ്പം പ്രൊഡക്റ്റും കാര്യങ്ങളും. പിന്നെ മെറ്റീരിയൽ വെച്ച് എൻ്റെ കയ്യിൽ യൂസ് ചെയ്യാത്ത മെറ്റീരിയൽ കളർ മണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ലോ ക്വാളിറ്റിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെറുതെ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ അത്രയും കളർ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് അത് എത്രത്തോളം അവർ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത് ആരും കംപ്ലൈൻറ്റായി പറഞ്ഞിട്ടില്ല, ബിക്കോസ് അത് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ കൂടെ നമ്മളങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ പഴയ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പോഴത്തെ ബിസിനസ് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് മേലെയായി, 2 വർഷമായി എനിക്ക് കറക്റ്റായിട്ട് 2 വർഷമായി തോന്നുന്നു. അപ്പോൾ കുട്ടി എണീച്ചു, അതായിരുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ചേഞ്ച് ആക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ അവസ്ഥ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാൻ കുറച്ച് കടകൾ കൊടുക്കുന്നുണ്ട്, 2 സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കുട്ടിയുടെ സ്കൂളിൽ നിന്നൊക്കെ ഓർഡറുകൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എവിടെ നോക്കിയാലും തൊട്ടവിടെയും മുട്ടിയവിടെയൊക്കെ ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് ഹെയർ ആക്സസറീസ് ആണല്ലോ. FB ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് യൂട്യൂബ് വരുമാനം കിട്ടിയാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളൊരു അംബീഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് നമുക്കൊരു വീട് തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആക്ച്വലി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വരുമാനത്തിൽ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. പക്ഷെ എന്നാലും ഒരു വീട് വെക്കാൻ കുറച്ച് താമസമാണെന്നുണ്ടെങ്കിൽ കൂടെ ഫസ്റ്റ് എനിക്ക് ചെയ്യണം എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മെയിനായിട്ട് എനിക്ക് ഒരു വീട് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെ എന്താണ് അപ്പം എന്ത് മൈൻഡിൽ തോന്നുന്നു അതുപോലെ ചെയ്യും കേട്ടോ. പിന്നെ പുതിയ ബിസിനസ്സിന് ചിലവായ തുക, സത്യം പറഞ്ഞാൽ ഞാൻ ചിലവായതൊന്നും ഞാൻ എഴുതി വയ്ക്കാറില്ല. പക്ഷേ ഞാൻ മുടക്കിയ മുതലിൽ വെച്ച് കൂടുതലായിട്ട് എനിക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്നുള്ളൊരു വരുമാനം എന്നുള്ളൊരു രീതി, ഒരു സേവിങ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലവാക്കിയതിന് കൂടുതൽ എനിക്ക് ലാഭം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഹസ്ബൻഡിൻ്റെ ജോബ്. ഹസ്ബൻഡ് R&D എഞ്ചിനീയറാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറാണ്. ചെന്നൈയിൽ നിസി എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ അടുത്തത് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നമുള്ളതുകൊണ്ടാണോ മാറി താമസിക്കുന്നത്? അതുകൊണ്ടല്ല. ഇപ്പോൾ നമ്മൾ മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ഡൗട്ട് അതായിരിക്കും, ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല മാറി താമസിച്ചത്. ആക്ച്വലി അത് സത്യം പറഞ്ഞ ചെറിയൊരു സ്റ്റോറിയാണ്, എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം. എൻ്റെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇതേ കമ്പനിയിൽ ഹൈദരാബാദായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 3-4 മാസം ഗ്യാപ്പില്ലെങ്കിൽ ചിലപ്പോൾ 6 മാസം ഗ്യാപ്പിലൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വലിയ കുട്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനെ കാണുന്ന സമയത്ത് ഏട്ടൻ്റെ അടുത്ത് പോവില്ലായിരുന്നു, ഭയങ്കര പേടിയാണ്, പോകുന്നില്ല. അതുപോലെ തന്നെ ഏട്ടൻ്റെ അച്ഛനെയാണ് അച്ഛാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, ഏട്ടൻ അച്ഛന്ന് വിളിക്കില്ലായിരുന്നു. അതായത് ഞാൻ അച്ഛാന്ന് വിളിക്കണ കേട്ടിട്ട് അവളും അച്ചാച്ചേനെ അച്ഛാന്ന് വിളിച്ചു തുടങ്ങി. ആളുടെ അടുത്ത് പോവില്ല, ഏട്ടൻ ലീവിന് വന്നാലും പോവില്ല, ഏട്ടൻ അച്ഛാന്നൊന്നും വിളിക്കില്ല. അതൊക്കെ ആൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അതിനുശേഷം ചെന്നൈയിലേക്ക് മാറി. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഗർഭിണിയാവുന്നതിന് മുമ്പ് എനിക്ക് ഒരു 2-3 മാസം ഞാൻ ചെന്നൈയിൽ പോയി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഗർഭിണി ആയപ്പോഴേ തീരുമാനിച്ചൊരു കാര്യമാണ്, കുട്ടി പ്രസവിച്ച് ഒരു 6 മാസം നാട്ടിൽ നിന്നിട്ട് അതിനുശേഷം അവൾക്കൊരു 6 മാസം കഴിഞ്ഞാൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ആളുടെ നിർബന്ധമായിരുന്നു, ഞങ്ങളുടെ നിർബന്ധമായിരുന്നു. ബിക്കോസ് ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്കൊക്കെ അച്ഛൻ എന്നുള്ള ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, ആൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ അച്ഛനില്ലാതെ വളർന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും പല കാര്യങ്ങളിലും ഇല്ലെങ്കിൽ ചെറുപ്പത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ എല്ലാത്തിനും എൻ്റെ അമ്മേനെ മാത്രമാണ് കൂട്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ അച്ഛനോട് വെറുപ്പാണെങ്കിലും പക്ഷെ നമുക്ക് അച്ഛൻ എന്നുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടാത്തതിൻ്റെ വിഷമം അത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ എൻ്റെ മക്കളെ കടന്നു പോകരുത്. അല്ലെങ്കിൽ വലുതാവുന്ന സമയത്ത് ഞാൻ ഈ ഏജിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ എൻ്റെ കൂടെ ഇല്ലല്ലോ, അച്ഛൻ ജോലി എന്ന് പറഞ്ഞ് പോയി എന്നുള്ളൊരു ചിന്ത അവർക്ക് മനസ്സിൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 6 മാസം ആയതിനു ശേഷം, കുട്ടിക്ക് 6 മാസം ആയതിനു ശേഷമാണ് ഞങ്ങളിപ്പോൾ ചെന്നൈയിൽ പോയിട്ട് സെറ്റിലായിട്ടിരിക്കുന്നത് കേട്ടോ. അല്ലാതെ വേറെ വീട്ടിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലിരുന്നിട്ടാണ്. ഓക്കെ, 2 കുട്ടികളെയും വെച്ച് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു? അതും വലിയൊരു സ്റ്റോറി ആൻഡ് വലിയൊരു ടാസ്ക് തന്നെയാണ്. ആക്ച്വലി വലിയ കുട്ടി 9 മണിയാകുമ്പോൾ അച്ഛനും മകളും, ഏട്ടൻ ഓഫീസിലും പോകും, കുട്ടി സ്കൂളിലും പോയി കഴിഞ്ഞാൽ
പിന്നെ ചെറുതിൻ്റെ കൂടെ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഡയറക്റ്റ് ബാക്കി എല്ലാ പണികളും അവിടെ ഇട്ടിട്ട് ഞാൻ ചെറിയ ആളെ ഉറക്കിയിട്ട് പിന്നെ ബാക്ക് ടു എൻ്റെ വർക്കുകൾ, എൻ്റെ ഹെയർ ക്ലിപ്പിൻ്റെ വർക്കുകളും കാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അതൊരു 12-12:30 വരെ നോക്കി കഴിയുമ്പോഴേക്കും കുട്ടി ഉറങ്ങി എണീക്കും. പിന്നെ അവൾ എണീച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കും. പിന്നെ അവൾ ഉറങ്ങില്ല, ഉറങ്ങുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും, ഇല്ലെങ്കിൽ വലിയ ആളും കൂടെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ കളിക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ പണി ഒക്കെ ചെയ്യും. അങ്ങനെ മാനേജ് ചെയ്ത് തട്ടിമുട്ടിയൊക്കെ പോകും തന്നെ. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാം കേട്ടോ, ഇത് വർക്കും എല്ലാം ഉള്ള സമയത്തൊക്കെ. അടുത്തത് വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും. എൻ്റെ വീട്ടിൽ അമ്മ അനിയനാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി ഉണ്ട്. അനിയത്തി കല്യാണം കഴിഞ്ഞാൽ അവൾക്കൊരു കുട്ടിയുണ്ട്. അവർ ചെന്നൈയിൽ സെറ്റിൽഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ റിട്ടയർഡാണ്, അമ്മ ഹൗസ് വൈഫാണ് കേട്ടോ. എൻ്റെ അമ്മ കൂലിപ്പണിയാണ്, വർഷങ്ങളായിട്ട് വീട്ടിൻ്റെ അവിടെ തന്നെ ഒരു വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട്. അനിയന് ഓഷ്യൻ പൈപ്സിൻ്റെ കമ്പനിയിൽ തൃശ്ശൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, ഇപ്പോൾ ആലപ്പുഴയാണ്. ഓക്കെ, അടുത്തത് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ്. ഹാപ്പിയസ്റ്റ് പറഞ്ഞാൽ എനിക്കെല്ലാം ഹാപ്പിയസ്റ്റാണ്, എങ്കിലും കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടെന്ന് പറയണത് എൻ്റെ മൂത്ത മോളുടെ ഡെലിവറി തന്നെയാണ്. ഞാൻ ജീവിച്ച് ഞാൻ പ്രസവിച്ചൊരു കുട്ടിയാണത്. അത്രയും എനിക്ക് എൻ്റെ ഡെലിവറി സ്റ്റോറിയൊക്കെ ഞാൻ എൻ്റെ പേജിൽ ഇത് യൂട്യൂബ് ചാനലിലുണ്ട്, പോയി കണ്ടു നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷനൊക്കെ ആയിരുന്നു, ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. 2-3 ബോട്ടിൽ ബ്ലഡൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബ്ലീഡിങ് നിൽക്കാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാമെന്ന്, ഇല്ലെങ്കിൽ ഇനി രക്ഷിക്കാൻ പറ്റില്ല എന്ന് വരെ അവരുടെ അങ്ങനത്തെ ഒരു സംസാര രീതി എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ട് ജീവിച്ച് വന്നതാണ്. ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് അത് തന്നെയാണ്. എൻ്റെ കുട്ടീൻ്റെ ഡെലിവറിയും അതുപോലെ തന്നെ ഞാൻ ജീവിച്ച് വന്ന ആ ഒരു സിറ്റുവേഷൻ, എൻ്റെ കുട്ടിയുടെ ആ ഒരു ബർത്തിൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ, അത് തന്നെയാണ് എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞ് ചിലർ ചോദിക്കും കുട്ടി വയറ്റുനിന്ന് വന്നാൽ അതായിരിക്കില്ല ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന്. കുട്ടി വയറ്റുനിന്ന് വന്നത് മാത്രം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ, കുട്ടിയുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ബ്ലീഡിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു. കുട്ടി വെയിറ്റ് ഉണ്ടായിരുന്നു. അവർ കുട്ടീനെ വയറ്റുനിന്ന് എടുത്തിട്ട് ഓടുകയാണ് ചെയ്തത്. എൻ്റെ നെഞ്ചിൽ കിടത്ത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റത്തെ കുട്ടീനെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ബേബിയുടെ ഡെലിവറി എന്ന് പറയും. ബിക്കോസ് വയറ്റിൽ എടുത്ത് എൻ്റെ നെഞ്ചിൽ കിടത്തിയ ആ ഒരു ഫീല് നമുക്ക് അത് നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ആ ഒരു ഫീൽ കിട്ടണമെന്നില്ല. നമ്മുടെ ആ ബ്ലഡോട് അത് നമ്മളെ വയറ്റിൽ നിന്ന് അങ്ങനെ എടുത്ത് നമ്മുടെ മേലെ കിടത്തുമ്പോൾ നമുക്ക് അപ്പാന്നുള്ളൊരു ആ ഒരു ആശ്വാസം അത് വളരെ വലുത് തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ഉണ്ട്. തൽക്കാലം ഇപ്പോൾ ഈ 2 മതി. അടുത്തത് ദൈവം ഒരു വരം ചോദിക്കാൻ പറഞ്ഞാൽ എന്ത് ചോദിക്കും? ദൈവം ഒരു വരം ചോദിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചോദിക്കുക, എനിക്കറിയില്ല, ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം എന്താണ് തോന്നുന്നത് അത് ചോദിക്കും. എങ്കിലും ചിലപ്പോൾ ഞാൻ ചോദിക്കണത് ഒരു വീടായിരിക്കാം, മേ ബി, എനിക്കറിയില്ല, ചിലപ്പോൾ അതായിരിക്കാം. അപ്പം എന്താ തോന്നുന്നത് അത് ചോദിക്കട്ടോ. മാരേജ് കഴിഞ്ഞിട്ട് എത്ര ഇയറായി? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇനി നവംബർ വന്ന 7 വർഷമാണ് കേട്ടോ. ഇനി ഈ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആയാൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഈ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആയാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഞാൻ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങൾ, പുതിയ മെറ്റീരിയലൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് എൻ്റെ ബിസിനസ് ഒന്നുകൂടെ ഞാൻ വലുതാക്കാനേ നോക്കുള്ളൂ. അല്ലാതെ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ലാഭം കൊണ്ട് ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. കിട്ടുന്ന ലാഭത്തിൽ വേറെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് വലിയ ബിസിനസ്സായി ഒരു 4 ആൾ അറിയുന്ന രീതിയിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ എൻ്റെ ഏജ് ഡിഫറൻസ്, എനിക്ക് 26 ആൾക്ക് 30. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എത്ര 4 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യനെ ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി കുറേയൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസാണ്. അതൊന്നും അതിനൊന്നും ആൻസർ തരണമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.